ഇന്നത്തെ അധ്യായത്തിന്റെ പേരാണ് അച്ഛന്റെ വയലിൻ. ജപ്പാനിൽ യുദ്ധത്തിന്റെ കെടുതികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കുട്ടികൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ കുട്ടികൾ അറിയാതിരിക്കാൻ ആദ്യഘട്ടത്തിൽ അച്ഛനമ്മമാർ ശ്രദ്ധിച്ചിരുന്നു. ടോട്ടോയുടെ വീടും പരിസരവും ഒക്കെ ആദ്യം തന്നെ യുദ്ധത്തിന്റെ രുചി അറിഞ്ഞിരുന്നു. അതിന്റെ എല്ലാ പൈശാചികതയോടും കൂടി യുദ്ധം പതുക്കെ പിടിമുറുക്കി തുടങ്ങുകയായിരുന്നു. ടോട്ടോയുടെ വീടിനടുത്തുള്ള പലയിടങ്ങളിൽ നിന്നും മുതിർന്നവരെ യുദ്ധരംഗത്തേക്ക് അയക്കുന്ന യാത്രയയപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പതിവുള്ളതുപോലെ തന്നെ കടലിൽ നിന്നൊരു പങ്കും മലയിൽ നിന്നൊരു പങ്കും കൊടുത്തയക്കാൻ ടോട്ടോയുടെ അമ്മ അടക്കമുള്ള അമ്മമാർ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ പ്ലം കൊണ്ടുള്ള അച്ചാറും കടൽ പായലും ഒക്കെ ഉപയോഗിച്ച് അമ്മ ഇത് ഒരു വിധത്തിൽ മാനേജ് ചെയ്തു വന്നിരുന്നു എന്ന് വേണം പറയാൻ. റേഷനായി കിട്ടുന്ന ആഹാര സാധനങ്ങൾ മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. റേഷൻ കിട്ടുന്നതിൽ മധുരം ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല. അത് ടോട്ടോയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവളൊരു മധുര കൊതിച്ചിയായിരുന്നു. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ റേഷൻ കിട്ടുകയും ഉള്ളായിരുന്നു. തന്റെ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലായുള്ള ഉക്കായാമ എന്ന സ്റ്റേഷനിലെ കോണിപ്പടിക്ക് താഴെയായി ഒരു മിഠായി വിൽക്കുന്ന യന്ത്രമുള്ളത് ടോട്ടോയ്ക്ക് അറിയാമായിരുന്നു. ഇടയ്ക്കിടെ അവൾക്ക് അമ്മയോ അച്ഛനോ ആരെങ്കിലും കൊടുക്കുന്ന 5 സെന്റ് 10 സെന്റ് ഒക്കെ കൊടുത്ത് 5 സെന്റ് കൊടുത്താൽ ഒരു ചെറിയ പാക്കറ്റ് ക്യാരമൽ കിട്ടും. 10 സെന്റ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു ക്യാരമൽ കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. കുട്ടികൾ സ്വന്തമായി കിട്ടുന്ന പോക്കറ്റ് മണി ഉപയോഗിച്ചിരുന്ന ഇതിനൊക്കെയാണ്. എന്നാൽ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ അവിടെ നമ്മൾ പൈസ കൊണ്ടിട്ടാലും കിട്ടുന്നില്ല എന്നുള്ളത് ടോട്ടോച്ചാനെ വലിയ തരത്തിൽ അസ്വസ്ഥയാക്കി. അവൾക്ക് എപ്പോഴും എന്നും അവിടേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, എങ്ങാനും ഒരു പാക്കറ്റ് കാരമല് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിലോ, എൻ്റെ സെന്റ് എന്ന് വീഴുമ്പോൾ അത് താഴേക്ക് പോന്നാലോ എന്നും പതിവായി അവൾ ആ മിഷന്റെ അടുക്കലേക്ക് എത്തി തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഓരോ തവണയും അവൾ പോകുന്നത്. തൻ്റെ പൈസ ഇടുന്ന പൈസ 5 പൈസ ഇട്ടാലും 10 സെന്റാണ് ഇടുന്നതെങ്കിലും മിഷനകത്ത് കയറി നേരെ താഴേക്ക് ഊർന്ന് വീഴും. പൈസ അവളെടുത്ത് തിരിച്ചു പോരേണ്ടി വരും. എത്ര തവണ നിരാശപ്പെട്ടാലും ടോട്ടോ പതിവായി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു കുഞ്ഞു പാക്കറ്റ് എന്നൊരു പ്രതീക്ഷ, അതാണ് അവളെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. അത് യുദ്ധം തുടങ്ങുന്നതിന് അല്പം നാൾ മുമ്പാണ് ടോട്ടോയുടെ അച്ഛന് മികച്ച വയലിനിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പുരസ്കാരം കിട്ടിയത്. അതോടുകൂടി അത്യാവശ്യം പ്രസിദ്ധിയൊക്കെ അദ്ദേഹത്തിനായി. പല പരിപാടികൾക്ക് വിളിക്കാൻ ആൾക്കാർ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത ചെലവുകൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങിയതോടുകൂടി അച്ഛൻ മുതിർന്നവരൊക്കെ, പാട്ടുകാരും ഏത് തൊഴിലേർപ്പെടുന്നവരാണെങ്കിലും യുദ്ധരംഗത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ചെല്ലണം എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാനാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സംഗീത ട്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരുന്നു. റേഡിയോ പരിപാടികൾ തീരെയില്ല. കാരണം റേഡിയോയിൽ സംപ്രേഷണം ചെയ്യുന്നത് 3/4 ഭാഗവും യുദ്ധ സംബന്ധമായ കാര്യങ്ങളോ യുദ്ധ വാർത്തകളോ മാത്രമായിരുന്നു. അവർ 3 പേരുൾപ്പെടുന്ന കുടുംബമായിട്ട് പോലും ടോട്ടോയുടെ അച്ഛന് അല്പം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞ് അച്ഛൻ അറിയുന്നത് മ്യൂണീഷ്യൻസ് ഫാക്ടറി എന്ന ഒരു സ്ഥലമുണ്ട്. യുദ്ധത്തിനാവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇടമാണ്. അവിടെ ചെന്ന് പ്രശസ്തരായ സംഗീത വാദകരെയും വയലിൻ മുതലായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അവിടെ ചെന്നാൽ അവർ പ്രശസ്തരാണെങ്കിൽ അവിടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി യുദ്ധസംബന്ധമായ കൂടുതൽ പ്രചോദനങ്ങൾ ഉണ്ടാകുന്ന ആവേശഭരിതരാക്കുന്ന സംഗീതം നമ്മൾ വായിക്കണം. അങ്ങനെ വായിച്ചാൽ ആവശ്യമുള്ള അരിയും പഞ്ചസാരയും വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളും മറ്റു സമ്മാനങ്ങളും കിട്ടും. ആ ഒരു അറിവ് അച്ഛൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് അച്ഛൻ അറിയുന്നത്. അടുത്ത കാലത്ത് പ്രമുഖമായൊരു സംഗീത പുരസ്കാരം ലഭിച്ച ആളായതുകൊണ്ട് തന്നെ അവിടെ എത്തിയാൽ വായിക്കാൻ അവസരം കിട്ടും, ആവശ്യത്തിന് പണവും കിട്ടും എന്ന അറിവാണ് കൂട്ടുകാരൻ കൊടുത്തത്. അച്ഛൻ കുറച്ച് ആലോചിച്ചു. കാരണം യുദ്ധമായതുകൊണ്ടും മറ്റു വരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ജീവിതം കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു.
അവിടെ ചെന്ന് 1-2 തവണ വായിച്ചാൽ കിട്ടുന്ന ആഹാര സാധനങ്ങളും അരിയും കൊണ്ട് തന്നെ 3 പേർ മാത്രമുള്ള ആ കൊച്ചു കുടുംബത്തിന് കുറെ അധികം നാൾ സുഖമായി ജീവിക്കാമായിരുന്നു. പിന്നെ ടോട്ടോയുടെ മിഠായി കൊതി അഥവാ മധുരത്തോടുള്ള ഒരുതരം ആർത്തി അച്ഛന് നന്നായി അറിയാമായിരുന്നു. അവൾ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കാരമൽ കിട്ടുന്ന മിഷന്റെ അടുക്കൽ പോയി സെന്നിട്ട് നോക്കി ആ സെൻ കൊണ്ട് മിഠായി കിട്ടാതെ തിരിച്ചു വരുന്നത് അച്ഛൻ അറിയുന്നുണ്ടായിരുന്നു. എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് അച്ഛൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അമ്മ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ടോം പറഞ്ഞത് ഞാനും കേട്ടിരുന്നു. എന്താണ് തീരുമാനം? സംഗീതമേളകള് വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്ന് അമ്മ അച്ഛനോട് വളരെ സ്നേഹത്തോടെ ചോദിച്ചു. മറുപടി പറയുന്നതിന് മുമ്പ് അച്ഛൻ അല്പനേരം ആലോചിച്ചു. വാസ്തവത്തിൽ അമ്മ ഇത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഇതേക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. വളരെ സ്നേഹത്തോടെ അമ്മയെ ഒന്ന് നോക്കിയിട്ട് ആ തോളിൽ ഒന്ന് കൈവച്ച് കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു, അത്തരമൊരു നെറികെട്ട സംഗീതത്തിന് ഞാൻ പോകുന്നില്ല. അതാണ് എൻ്റെ തീരുമാനം. ഈ സംഗീതം അവരെ കേൾപ്പിച്ച് അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശാന്തതയോടെ നല്ലൊരു മന്ദഹാസത്തോടെ അമ്മ പറഞ്ഞു, അതാണ് നല്ലത്. തികച്ചും നല്ല തീരുമാനമാണ്. നിങ്ങൾ പോകുന്നു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും എതിർക്കുമായിരുന്നു. നമുക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട്, റേഷൻ കിട്ടുന്നത് കൊണ്ട് നമുക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കാം. അത് മതി. ഭക്ഷണം അത് നമുക്ക് എങ്ങനെയും ഉണ്ടാക്കാം. പക്ഷേ നമ്മളുടെ മനസ്സിലുള്ള ചില വിശ്വാസങ്ങൾ തകർന്നാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും. നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാം. ആഹാരത്തോടുള്ള ടോട്ടോച്ചാന്റെ നിഷ്കളങ്കമായ ആർത്തി അച്ഛനറിയാം. അവസാനിക്കാത്ത കൊതിയോടെ ഈ മിഠായി കൊതിച്ച് മിഠായിയുടെ പുറകെ ഓടുന്നതും അച്ഛനറിയാമായിരുന്നു. സത്യത്തിൽ അവിടെ ചെന്ന് ഏതാനും യുദ്ധകാല ഗാനങ്ങൾ ഒന്ന് ആലപിച്ചാൽ മതി കുടുംബത്തിൽ സുഖമായി ജീവിക്കാൻ. പക്ഷേ അമ്മയ്ക്കും അറിയാമായിരുന്നു അച്ഛന് വേണ്ടാത്തതൊന്നിനും താൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയില്ല എന്ന്. മനസ്സുകൊണ്ട് ടോട്ടോച്ചാനോട് അച്ഛൻ പറഞ്ഞു, എൻ്റെ പ്രിയ ടോട്സ്കി, നീ ഈ അച്ഛനോട് ക്ഷമിക്കണേ. ടോട്ടോച്ചാൻ നന്നേ ചെറിയ കുട്ടിയായിരുന്നല്ലോ. കല, പ്രത്യയശാസ്ത്രം, സ്വന്തം സിദ്ധാന്തങ്ങൾ, രാഷ്ട്രീയപരമായ വിശ്വാസങ്ങൾ, തൊഴിൽ തുടങ്ങിയവയെക്കുറിച്ചൊന്നും അവൾക്ക് ആലോചിക്കാനുള്ള പ്രായമായിട്ടില്ല. അങ്ങനെ ഒരു ചിന്തകളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നും അവൾക്കറിയാമായിരുന്നു, അവളുടെ അച്ഛൻ സംഗീതത്തെ സ്നേഹിക്കുന്നു. അതിലുപരിയായി അവളുടെ അച്ഛൻ വയലിൻ എന്ന ഉപകരണത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹം കാരണം അദ്ദേഹത്തെ പലരും നിഷേധി എന്ന് വിളിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചില സിദ്ധാന്തങ്ങളിൽ ഉറച്ച സംഗീതം മാത്രമേ അദ്ദേഹം പ്രയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. അടുത്ത ബന്ധുക്കളിൽ പലരും അച്ഛനോട് സംസാരിക്കാറേ ഇല്ല എന്നതും അവൾ കണ്ടിട്ടുള്ളതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേട്ട ടോട്ടോ മനസ്സിൽ വിചാരിച്ചു, അച്ഛൻ ഇഷ്ടമില്ലാത്ത ഇടത്ത് പോയി അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട സംഗീതം വായിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. തൻ്റെ സ്കിപ്പിംഗ് റോപ്പുമായി അച്ഛന് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ട് അവൾ അച്ഛനോട് ഒരു പാട്ടുപോലെ പറഞ്ഞു, എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ അച്ഛാ. അച്ഛനെ വയലിൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ അച്ഛനെ എനിക്ക് അതിലും ഇഷ്ടമാണ്. പിറ്റേന്നും ടോട്ടോച്ചാൻ പതിവ് പോലെ തീവണ്ടി ഉക്കായാമ സ്റ്റേഷനിലെത്തിയപ്പോൾ ചാടിയിറങ്ങി മിഠായി പെട്ടിയുടെ അടുത്തേക്ക് പോയി പതിവ് പോലെ അവളുടെ സെന്നിട്ട് നോക്കി. അതിൽ നിന്നൊന്നും വരില്ല എന്നത് ഇപ്പോഴേക്കും അവൾക്ക് ബോധ്യമായിരുന്നു. എങ്കിലും നിരന്തരമായ പ്രതീക്ഷയോടെ അവൾ പൈസ ഇട്ടുകൊണ്ടേയിരുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് പോലും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നത് മനസ്സിലാകും അല്ലെ? നമുക്ക് മറ്റൊരു അധ്യായവുമായി അടുത്ത ദിവസം വീണ്ടും